ധ്രുവ് ധ്രുവ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ മിന്നല്. ധ്രുവ് ആ സമയം മെല്ലെ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. അവൻ തന്റെ അച്ഛനെ വെപ്രാളത്തിൽ കണ്ടതുകൊണ്ട് കയ്യിലെ മോതിരം മറച്ചു പിടിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, എനിക്ക് എന്റെ ശക്തികൾ തിരിച്ചു കിട്ടിയതുപോലെ. ശക്തിസ്ഥാനിൽ അവന്റെ ശക്തിയുടെ അളവ് കോലി തെളിഞ്ഞു. എന്നാൽ അത് 3 നക്ഷത്രങ്ങൾക്കപ്പുറം പോയില്ല. ഇത് കണ്ട ലാറയും അവളുടെ സുഹൃത്തുക്കളും പൊട്ടിച്ചിരിക്കുന്നു. ധ്രുവിനും അച്ഛനും ഒന്നും മനസ്സിലായില്ല. ആ മിന്നൽ പിണറിനും അതിനു മുന്നേ അവിടെ പടർന്ന ഇരുട്ടിനും ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത്? അച്ഛാ അച്ഛാ, എന്താണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ധ്രുവ്. എന്നാൽ ഞാൻ ഈ സമയം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, നിന്റെ ജീവനെ കുറിച്ചല്ലാതെ. ഈ സമയം നിനക്ക് വേണ്ടത് വിശ്രമമാണ്. ഇത്രയും പറഞ്ഞ ആര്യന്ത്രൻ ധ്രുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ധ്രുവിന്റെ മനസ്സ് മുഴുവൻ ഇന്ന് നടന്ന സംഭവങ്ങളായിരുന്നു. ആ പച്ച നിറത്തിലുള്ള മിന്നൽ, അവന്റെ കയ്യിൽ നിന്നും ഊരി മാറ്റാൻ കഴിയാത്ത രീതിക്ക് കിടന്ന ആ മോതിരം, ലാറയുടെയും അവളുടെ സുഹൃത്തുക്കളുടെയും പരിഹാസ ചിരി ഇപ്പോഴും അവന്റെ കാതുകളിൽ കിടന്ന് മുഴങ്ങുന്നുണ്ടായിരുന്നു.